ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദേവി ഗോമതി സ്റ്റോഴ്സ് അടച്ചങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കട്ടോ. ധർമ്മനെയും ആകാശിനെയൊക്കെ വരച്ച വരയെ നിർത്താണ്. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ രാമേട്ടന് സന്തോഷം തോന്നാണ്. കാരണം ഗോമതി സ്റ്റോഴ്സ് ബാലിന് ശേഷം ആർക്ക്, അത് ദേവിക്ക് എന്ന രീതിയിലുള്ള രാമേട്ടൻ പറഞ്ഞിട്ട്, ദേവി മോളെല്ലാരും വരച്ച വരയെ നിർത്തുവാണല്ലോ. അയ്യോ രാമേട്ട, അങ്ങനെ വരച്ച വരയിലൊന്നുമല്ല, പണിയെടുക്കാത്തപ്പോ ചോദിക്കുന്നു, അത്രേ ഉള്ളൂ എന്ന് പറയണം. ബാലിനേക്കാളും കടത്തി വെട്ടി മോള് അസലായി എന്നൊക്കെ രാമേട്ടൻ ഇങ്ങനെ പറയുന്നു കേട്ടോ. അത് കേൾക്കുമ്പോ ദേവി ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോകുവാണ്. ധർമ്മൻ വൈകി വരുമ്പോ ധർമ്മനോട് ചോദിക്കണ്ടല്ല, മാമൻ എന്താ വൈകി വന്നത്? അതോ ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു, സ്ഥലത്ത് പോകണമെങ്കിൽ പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നോ എന്ന് ദേവി ചോദിക്കുമ്പോ, അതെ എന്നിട്ട് അളിയൻ പറഞ്ഞ സ്ഥലത്താണ് ഞാൻ പോയത്. ഓ, ബാലച്ചൻ പറഞ്ഞ സ്ഥലത്താണോ? എങ്കിലും വിളിച്ചു പറയാൻ പാടില്ലേ മാമ എന്നൊക്കെ ദേവി ചോദിക്കുന്നുണ്ട്. ശേഷം ഒരു പഞ്ചസാരയുടെ ലോഡ് വരുവാട്ടോ. അപ്പോഴേക്കും ദേവി പറയണ്ട്, മാമൻ പോയിട്ട് പഞ്ചസാര എടുത്തിട്ട് ഞാനോ? പിന്നെ ഞാൻ പോണോ? വേണമെങ്കിൽ ഞാൻ പോകാം എന്ന് പറഞ്ഞിട്ട് ദേവി പഞ്ചസാര എടുക്കാൻ പോകുമ്പോഴേക്കും വേണ്ട ഞാൻ തന്നെ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞിട്ട് ധർമ്മൻ അവിടുന്ന് പോകുക. അതേസമയം ഇത്രയും മീനാക്ഷിയും കൂടി കോളേജിലും അതുപോലെ മീനാക്ഷി ആണെങ്കിലും ഓഫീസിലും ഓഫീസിൽ പോകുന്ന സമയത്ത് മീനാക്ഷി ചോദിക്കണ്ടേ, മിത്ര നിനക്കും ആര്യന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടെങ്കിൽ പറ മിത്ര എന്ന് പറയാണ്. ഒന്നുമില്ല, ആര്യന്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെയാണ്. ആര്യന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലല്ലോ, എനിക്ക് ആര്യനെ സഹായിക്കാനും പറ്റുന്നില്ലല്ലോ, അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. എന്ത് ചെയ്യാനാ, പറഞ്ഞതല്ലേ അവരോട് അച്ഛൻ പഠിക്കാൻ പോകും, പൈസയൊക്കെ അച്ഛൻ തരാന്ന്. പക്ഷെ അത് അവനെ കേൾക്കാൻ വയ്യ. ആര്യനോട് ഞാനും പറഞ്ഞാണ് ചേച്ചി ആ കാര്യം, പക്ഷെ ആര്യൻ അതൊട്ടും കേൾക്കുന്നില്ല. എന്നോട് പഠിക്കുന്നൊക്കെയാ പറയണത്. പിന്നെ അത് മാത്രല്ല, ആര്യന്റെ ആ ബൈക്ക് ഉണ്ടല്ലോ, അത് കൂട്ടുകാരൻ ചോദിച്ചായിരുന്നു, അത് കൂട്ടുകാരനെ തിരിച്ചു കൊടുക്കണം. പിന്നെ ആര്യനെ ഡെലിവറി ചെയ്യാൻ പോകാനായിട്ട് ബൈക്കൊന്നും ഉണ്ടാവില്ല. എനിക്ക് സ്വന്തമായിട്ട് ആര്യന് ഒരു ബൈക്ക് മേടിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ചേച്ചി. അതിന് നീ ഒറ്റക്ക് വിചാരിച്ചാൽ പറ്റുമോ? എനിക്ക് മറ്റേ ആ ഗോമതി സ്റ്റോഴ്സിൽ ഇപ്പൊ ദേവി എടുത്തിരിക്കണില്ലേ, അതുപോലെ ഇരിക്കണം എന്ന് സത്യം പറഞ്ഞ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നീ എന്താ അത് അച്ഛനോട് പറയാത്ത? അതിന് മുമ്പ് ദേവി എടുത്ത് ചാടി കയറിയിരിക്കാന്ന് പറഞ്ഞില്ലേ. ഗോമതി സ്റ്റോഴ്സ് ബിൽഡിങ്ങിൽ എനിക്കിരുന്നാല് എനിക്ക് ഇഷ്ടമൊക്കെ ആയിരുന്നു അവിടെ ഇരിക്കാനായിട്ട്. വരുമാനം ആവില്ല ചേച്ചി, പൈസക്ക് പൈസ തന്നെ വേണമല്ലോ. അത് മോള് പറഞ്ഞ ശരിയാ. എന്തായാലും നിനക്ക് മുമ്പത്തെ പോലെ ട്യൂഷനൊക്കെ പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ടോ പിള്ളേർക്ക്? ആ ഉണ്ട് എന്ന് പറയണം. എങ്കിലും ഒരു കാര്യം ചെയ്യാം, എനിക്കറിയാവുന്നൊരു ചേച്ചിയുണ്ട്, 2 പിള്ളേരാണ്, അവർ 2 ട്യൂഷൻ എടുക്കാൻ പറ്റും, നിനക്ക് പറ്റും ചേച്ചി എന്ന് പറയാണ്. അങ്ങനെ മീനാക്ഷിയും ഇത്രയും കൂടി ആ ഒരു പുള്ളിക്കാരത്തിന്റെ വീട്ടിലേക്ക് പോയിട്ട് പിള്ളേർക്ക് ട്യൂഷൻ എടുക്കാനായിട്ട്. അത് കുരുത്തം കിട്ട പിള്ളേരാണ് കേട്ടോ. പക്ഷെ മിത്ര അടുത്ത് പറയുന്നുണ്ട്, നാളെ മുതൽ ഞാൻ ട്യൂഷൻ എടുത്തോളാം എന്നൊക്കെ മിത്ര ഉറപ്പ് കൊടുക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ പൈസ ഇട്ട് മിത്രയുടെ കയ്യിലേക്ക് കുറച്ച് പൈസ ആ ചേച്ചി വെച്ച് കൊടുക്കുന്നുണ്ട്. മിത്ര വേണ്ട, 1 മാസം കഴിഞ്ഞിട്ട് പൈസ ഫീസ് എന്നാന്ന് പറയുമ്പോൾ വേണ്ട, ഇത് കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവര് കയ്യിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ മിത്രക്ക് 2 പിള്ളേരെ ട്യൂഷൻ പിള്ളേരെ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതുകൊണ്ടൊന്നും മിത്രക്ക് ബൈക്ക് മേടിച്ചെടുക്കാൻ പറ്റുമെന്നില്ല. അങ്ങനെയാണ് ആ കോൺടെസ്റ്റിൽ മറ്റേ മിത്ര പങ്കെടുത്തിട്ട് ബൈക്ക് സമ്മാനമായിട്ട് കിട്ടുമ്പോൾ അത് നമ്മുടെ ആര്യനെ കൊടുക്കണം കേട്ടോ. അത് തമിഴിലുള്ള ഭാഗമാണ്, മലയാളത്തിൽ ഉടനെ വരുമായിരിക്കും. എന്തായാലും ഗോമതി സ്റ്റോഴ്സിൽ ദേവി അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ വരുന്നത്. പക്ഷെ അതിനു മുമ്പ് മീനാക്ഷിന്റെ അച്ഛനെ വിളിച്ചിങ്ങനെ പറയുന്നുണ്ട്, അച്ഛ ആ കാർ അവിടുന്ന് എടുത്തോണ്ട് പോകണമെന്ന് പറയുമ്പോൾ അച്ഛൻ ചോദിക്കണ്ടേ, എന്തിനാണ് നീ കാർ എടുത്തോണ്ട് പോകണമെന്നൊക്കെ പറഞ്ഞത്? എന്താ ബാലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല അച്ഛാ, അത് അച്ഛന് അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ല, അത് സ്ത്രീധനക്കാരെന്നൊക്കെയാ പറഞ്ഞത്. ഹോ, ഇവിടെ ചിലർക്ക് സ്ത്രീധനം കിട്ടാത്തതിന്റെ കുഴപ്പം, ഇവിടെ സ്ത്രീധനം കിട്ടിയതിന്റെ കുഴപ്പമാണോ നിന്റെ അച്ഛന്? അച്ഛ ഞാൻ പറയട്ടെ, എനിക്ക് സമാധാനമാണ് വേണ്ടത്, ആ കാർ അച്ഛൻ എടുത്തോണ്ട് പോച്ച. അല്ല ആകാശിന്റെ തീരുമാനം ഇത് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോ, ആകാശിന് കാറ് വേണോന്നാണ്, പക്ഷെ എനിക്ക് സമാധാനം വേണോ വെച്ചാ അച്ഛൻ എത്രയും പെട്ടെന്ന് ആ കാർ എടുത്തോണ്ട് പോകണം എന്ന് മീനാക്ഷി പറയാണ്. അത് കേൾക്കണം മീനാക്ഷി അച്ഛന് ആകെ ദേഷ്യം വരട്ടോ. അപ്പൊ തന്നെ ഗോമതി സ്റ്റോഴ്സിലേക്ക് വണ്ടി എടുത്ത് പുറപ്പെടുവാണ് മീനാക്ഷിയുടെ അച്ഛൻ. ഗോമതി സ്റ്റോഴ്സിൽ എത്തുമ്പോഴാണ് നോക്കുമ്പോഴോ അതേ ഇരിക്കുന്നു ദേവി ചോദിക്കേണ്ട കസ്റ്റമർ ചോദിക്കുകയാണ്, അല്ല സാറിന് എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോ, ഞാൻ ആകാശിനെ കാണാൻ വേണ്ടി. ഓ ആകാശ് ഇവിടെ ഇല്ലല്ലോ, 1-2 സ്ഥലത്ത് പോയിരിക്കുക. എവിടേക്കാ? വീട്ടിലേക്കാണോ പോയിരിക്കുന്നത്? അല്ലല്ല, സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോയിരിക്കുക. സവാളയും അതുപോലത്തെ ഉരുളക്കിഴങ്ങൊക്കെ തീർന്നിരിക്കുകയാണ്, അത് എടുക്കാൻ വേണ്ടി പോയിരിക്കുക. അതെടുക്കാനായിട്ട് വേറെ ആരും ഇവിടെ ഇല്ലേ? ആകാശിനെ പോണം നിർബന്ധമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ രാമേട്ടൻ അത് പറയണ്ട്, മോളെ ദേവി ഇത് ആരാന്നറിയാമോ? മീനാക്ഷിയുടെ അച്ഛനെന്ന് പറയുമ്പോ, ഓ അതെയോ, ആകാശ് പുറത്തു വരെ പോയിരിക്കാനുള്ള അങ്കിൾ എന്ന് പറയുമ്പോ, അതെവിടെ വേറെ സ്റ്റാഫ് ഇല്ല ചുമടെടുക്കാനായിട്ട്, ആകാശം തന്നെ പറഞ്ഞു വിടണോ? പിന്നെ ഇയാൾക്ക് വേണമെങ്കിൽ പോയിക്കൂടെ എന്ന് രാമേട്ടനെ നോക്കി പറയുമ്പോ ദേവി പറയണ്ട്, അതെ മീനാക്ഷിയുടെ അച്ഛനെ ഒന്നും വിചാരിക്കരുത്, രാമേട്ടൻ നമ്മളെല്ലാരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. രാമേട്ടനാണ് ഈ കടയിലെ ഓളിഞ്ഞോള്, രാമേട്ടൻ അങ്ങനെ വിടാൻ പറ്റുമെന്നില്ല, രാമേട്ടന് ഇത്ര പ്രായമില്ലേ, ആകാശം പോയി എടുത്തിട്ട് വരട്ടെ എന്നൊക്കെ പറയുമ്പോ മീനാക്ഷി അച്ഛൻ അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. മീനാക്ഷി അച്ഛൻ വേഗം തന്നെ ദേവി ഇരുന്ന് ആ കസേരയിൽ കയറി ഇരിക്കുകയാണ്. എന്തായാലും കുഴപ്പമില്ല, ഇന്ന് ആകാശിനെ കണ്ട് സംസാരിച്ചിട്ട് താൻ ഇവിടുന്ന് പോകൂല എന്ന് പറഞ്ഞ ഒറ്റക്കാരി നിൽക്കാണ് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ. ദേവിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ, ദേവി രാമേട്ടന്റെ മുഖത്ത് നോക്കുന്നുണ്ട്, രാമേട്ടൻ ദേവിയുടെ മുഖത്ത് നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇരിക്കാട്ടോ. അതേസമയം നമ്മുടെ ബാലനാണെങ്കിൽ ഒരേ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഉദയഭാനുവിനെ പോലത്തെ ഒരാളെ കണ്ടല്ലോ, അത് ആരായിരിക്കും എന്ന് ആലോചിക്കുകയാണ്.
ഇനി അത് ഉദയഭാനു തന്നെയാണോ എന്നൊരു സംശയം ബാലന്റെ മനസ്സിലാണ് കേട്ടോ. ആ സമയത്താണ് ഒരു ഗ്ലാസ് പാലായിട്ട് ഗോമതി അവിടേക്ക് വരുന്നത്. എന്താ ഗോമതി ഇത് പാലൊക്കെ ആയിട്ട്? അല്ല, ബാലേട്ടൻ റെസ്റ്റിലല്ലേ, പാലൊക്കെ കുടിക്കണ്ടേ, എന്നാ ഇത് കുടിക്കുക എന്ന് പറയാണ്. അങ്ങനെ ബാലൻ പാൽ കുടിക്കുന്ന സമയത്ത് ഗോമതി കണ്ടയോ മുഴുവനും കുടിക്കല്ലേ, പകുതി എനിക്ക് വന്നിട്ട് ബാക്കി പകുതി പാല് ഗോമതി കൊടുക്കാട്ടോ. കുടിക്കുമ്പോഴേക്കും പാലും ചോദിക്കട്ടെ, അല്ല ഗോമതി ഇത് എന്താ നീ ചെറിയ പിള്ളേരെ പോലെ കാണിക്കണത്? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷം നിനക്ക് ഓർമ്മയില്ലേ? ബാലേട്ട എപ്പോഴും ബാലേട്ടൻ കടയിലെ തിരക്ക്, ആ തിരക്ക്, ഈ തിരക്ക് ഓടി നടത്തുവാണ്. ഇപ്പോഴല്ലേ ബാലേട്ടനെ ഒന്ന് അടുത്ത് കാണുന്നത്. സത്യമാണ്, ഭയങ്കര സന്തോഷമുണ്ട് ബാലേട്ടന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോ. ഓഹോ, അപ്പൊ ഞാൻ വീണതിൽ നീ സന്തോഷിക്കാണോ? അയ്യോ അതല്ല ബാലേട്ടനെ പറഞ്ഞത്, ബാലേട്ടനെ ഇങ്ങനെ അടുത്ത് കിട്ടിയാല് ഒരു സന്തോഷമല്ലേ. എന്തൊക്കെ പല മക്കള് കല്യാണം കഴിഞ്ഞു, അവരവരുടെ പാട്ട് നോക്കി പോകും, പിന്നെ നമുക്ക് നമ്മളല്ലേ ഉള്ളൂ. അത് താൻ പറഞ്ഞ ശരിയാണ്. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായതാണ്. ബാലേട്ടന്റെ ആഗ്രഹം എന്തൊക്കെയാണ്? ഏറ്റവും വലിയ ആഗ്രഹം ആര്യനെ കുറിച്ചായിരുന്നു. അവന് ഒരു IAS കാരനാക്കണം, കാരണം അവന് അതിനുള്ള കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്. അതുകൊണ്ടാ അവൻ IAS കാരനാവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് നടന്നില്ല, ഇനി നടക്കുമോന്ന് എനിക്കറിയില്ല, ചിലപ്പോ നടക്കുമായിരിക്കും എന്നൊക്കെ ബാലൻ പറയണ്ട്. പക്ഷെ ആകാശ്, അവൻ എനിക്കൊരു പ്രതീക്ഷയില്ല. അവൻ നമ്മളെ സ്നേഹിക്കാൻ കഴിഞ്ഞ ഒരു മോനാവണേന്നായിപ്പോ എനിക്കൊരു പ്രാർത്ഥന, വേറൊരു പ്രാർത്ഥന അവനെ കുറിച്ചില്ല. പിന്നെ ആനന്ദ്, അവൻ നമ്മളെ വിട്ട് എവിടെയും പോവത്തില്ല. പിന്നെ മരുമക്കളൊക്കെ നല്ല മരുമക്കളാണ് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. അങ്ങനെ നമ്മുടെ ഗോമതി, സാരല്ല ബാലേട്ട, എല്ലാം ശരിയാവുന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അതിനുശേഷം ബാലൻ ഗോമതി ചോദിക്കണ്ടേ, അല്ല ഗോമതി, ഞാൻ തന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ ബാലേട്ട? അല്ല, താൻ എന്നിൽ നിന്ന് എന്തെങ്കിലും സത്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ടോ? എന്റെ അടുത്ത് പറയാത്ത കാര്യങ്ങളുണ്ടോ? എന്താ ബാലേട്ട അങ്ങനെയൊക്കെ ചോദിച്ചത്? എല്ലാം ഞാൻ ചോദിച്ചേ ഉള്ളൂ. താൻ എന്നോട് അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. എന്തെങ്കിലും രഹസ്യം താൻ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാണ്. അത് കേൾക്കുന്നത് ഗോമതി ആകെ ഒന്ന് ഞെട്ടിപ്പോട്ടെ. കാരണം ഗുരുവായൂരിലെ കാര്യം ഞാനും ബാലൻ അറിഞ്ഞോ എന്ന് ടെൻഷനാണ് ഗോമതിക്ക്. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചുള്ളത്. അല്ല, നാളെ വേറൊരു സംഭവം നടക്കാൻ പോകുന്നത് ആകാശം ലോഡായിട്ട് വരുമ്പോ മീനാക്ഷിയുടെ അച്ഛനത് സഹിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ലോഡായിട്ട് ആകാശം എന്നെ കാണുമ്പോ അങ്ങേർക്കായിരിക്കും BP കയറുന്നത്. ദേ, ഇമാതിരി പണിക്ക് ആകാശിനെ വിളിക്കരുതെന്ന് നമ്മുടെ ദേവിയുടെ മുഖത്ത് നോക്കി പറയും. നിങ്ങൾ വേണമെങ്കിൽ ഭാരം ചുമന്നോ, പക്ഷെ ആകാശിനെ വിളിക്കണ്ട. ആകാശം എന്റെ മരുമകനാണ്, എന്റെ മകനാണ്. ആകാശിന് ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ദേവി വിട്ടുകൊടുക്കില്ലട്ടോ. ദേവി പറയും, ഇങ്ങനത്തെ പണി ആകാശം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ ചെയ്യും, എന്താ പെണ്ണുകൾ ചെയ്ത് എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞ ബാക്കി ചാക്കൊക്കെ ദേവിയായിട്ട് എടുത്ത് വെക്കണത്. അത് മാത്രമല്ല, അത് നമ്മുടെ മീനാക്ഷി അച്ഛന്റെ കണ്ണ് തള്ളുവാണ്. മാത്രല്ല, ഈ കാര്യങ്ങളൊക്കെ ദേവി വന്നിട്ട് കുറച്ച് ഉപ്പും മുളകൊക്കെ കൂട്ടിട്ട് വീട്ടിൽ വന്ന് പറയുകയും ചെയ്യും. പിന്നെ വീട്ടിലൊരു കുടുംബ കലഹം ആവുമല്ലോ. മീനാക്ഷി അച്ഛൻ അങ്ങനെ പറഞ്ഞു, മീനാക്ഷി അച്ഛൻ എന്നെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടേക്കും ദേവി ഇത് ബാലനോടും ഗോമതി അടുത്തൊക്കെ പറയാ. മീനാക്ഷി ആണെങ്കിൽ ഇതിന്റെ പേര് അച്ഛനോട് വഴക്കൊക്കെ ഉണ്ടാക്കായിരിക്കും. കാരണം കടയിൽ പോയിട്ട് അവിടെ ഇരുന്നിട്ട് എന്തിനാ ഭരിക്കാൻ പോയെന്നൊക്കെ ചോദിച്ചിട്ട് വഴക്കുണ്ടാക്കും. എന്തായാലും വലിയൊരു കൂട്ടവഴക്കിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ഈ വഴക്കിനൊടുവിൽ മിക്കവാറും മീനാക്ഷി അച്ഛൻ പറയും, മക്കളെ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോന്നേക്ക് എന്ന് മീനാക്ഷി എടുത്തും ആകാശിനോടും പറയും. കേട്ട ബാധി കേൾക്കാത്ത ബാധി ആകാശം ഇറങ്ങി പോകാൻ തീരുമാനിക്കും. പക്ഷെ മീനാക്ഷി അങ്ങനെ പോകില്ല കേട്ടോ. കാരണം മീനാക്ഷി ബാലൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരിക്കലും ഇവിടെ വിട്ട് പോവില്ല അച്ഛാ എന്നൊരു വാക്ക്. അതുകൊണ്ട് മീനാക്ഷി പോവില്ല. ആകാശം വേണമെങ്കിൽ പോണെങ്കിൽ പോയിക്കോ എന്നേ മീനാക്ഷി പറയുള്ളൂ. എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇനി വരാൻ പോണത്. തമിഴിൽ നല്ല ഭാഗങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദേവി പ്രഗ്നന്റ് ആയി. അപ്പൊ ആ ഒരു ആഘോഷമൊക്കെയാണ് ഇപ്പൊ തമിഴിലെ എപ്പിസോഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അലോകിന്റെയും അതുപോലെ തന്നെ നമ്മുടെ അനുമോളുടെ വിവാഹം കഴിഞ്ഞിട്ട് അനുമോളാണെങ്കിൽ അലോകിനെ വട്ടം കറക്കുവാണ്. എന്തായാലും അലോക് നല്ല സ്വഭാവത്തിലേക്ക് ആവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം തമിഴ് വെച്ച് നോക്കുമ്പോൾ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേട്ടോ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.